നിലവിൽ കൃഷിഭവൻ പരിധിയിൽ സാധാ ഒരു കൃഷിക്കാരനാണ്. എല്ലാ വക കൃഷികളുണ്ട്. പാവലാണിപ്പോൾ എൻ്റെ ഒരു കൃഷി സ്ഥലം. അതിൽ മഴ കാരണം കൊണ്ട് എനിക്ക് കൃഷി ആദായങ്ങൾ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. ആഴ്ചയിൽ 2 അടുപ്പ് എടുത്ത് 30 കിലോ പാവയ്ക്ക വെച്ച് കിട്ടി. 100 രൂപ വിലയ്ക്കാണ് ഞാൻ ഒരു പ്രൈവറ്റ് കടയ്ക്കാണ് ഉളനോടെ കൊടുക്കുകയാണ്. പിന്നെ വെള്ളരിയുണ്ട്, പടവലമുണ്ട്, പാവലുണ്ട്, വെണ്ടയുണ്ട്, മുളകുണ്ട്, കാന്താരി, എല്ലാ ഏറ്റവും കൃഷി ഞാൻ ചെയ്തു പോകുന്ന സാധാ ഒരു ചെറിയൊരു കൃഷിക്കാരനാണ്. ഈ പന്നി ഇത് എടുത്തതാണോ ചേട്ടാ ഈ മൂട്? പന്നി നടക്കുന്ന ആന്നല്ലേ? ഓക്കെ. ഓക്കെ. ഇതിനെന്തൊക്കെയാ വളം ചെയ്ത് ചേട്ടാ? ഞാൻ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ചാണകപ്പൊടിയൊന്നും ഇടാൻ പറ്റില്ല. ചാണകപ്പൊടിയാണ് പാവലിനും പടർന്ന് ഏറ്റവും ഈ പന്നിയുടെ ഉപദ്രവം കൊണ്ട് ചെയ്തില്ല അല്ലേ? ഓക്കെ. എല്ലാം നമ്മുടെ കടകളിലെ വളമേ ഉള്ളൂ. പാവ് ചാണകപ്പൊടിയും ചാരി വിടുക. ഈ പാവലും 3 ഇരട്ടി എനിക്ക് കിട്ടിയത്. വിത്ത് എവിടെ നിന്നാണ്? വിത്ത് എൻ്റെ സ്വന്തം വിത്ത് തന്നെയാണ്. നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണോ? നാടൻ കൃഷിയുടെ വിത്ത് വകകൾ എൻ്റെ കയ്യിൽ ശേഖരിക്കാൻ പറ്റിയേക്കാറുണ്ട്. ആ വിത്ത് ഉപയോഗിക്കുക. പടവലായാലും ഏത് വിത്തും എൻ്റെ കൈവശമുണ്ട്. 10 വർഷമായിട്ട് എൻ്റെ കൈവശം അത് വെച്ചാണ് ഞാൻ കൃഷി ഇറക്കാറുള്ളത്. ഓക്കെ. ആവശ്യമുള്ള വിത്തുകൾ മാത്രം പ്രൈവറ്റ് കടകളിൽ മേടിക്കാറുള്ളൂ. അത് സർക്കാർ ഫാമുകളിൽ നിന്നാണ് മേടിക്കുന്നത്. പണ്ടൊക്കെ ഒരു ഫാമുണ്ട്.